ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പഴയകാല പലഹാരം നെയ്യടയാണ് കേട്ടോ കാണിക്കുന്നത്. നെയ്യട എന്നോ പാൽപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നോമ്പിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും അത് ഉണ്ടാക്കി നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ, അതായത് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ട്രഡീഷണലി ഈ ഒരു റെസിപ്പി നമ്മൾ മൈദ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വരെ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം കട്ടിയുള്ള നാളികേരപ്പാൽ തന്നെ എടുക്കുക. നാളികേരപ്പാൽ ചെയ്യുമ്പോൾ നമുക്കിതിന് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പശുവും പാലോ പാക്കറ്റ് പാലോ വെച്ചിട്ടോ പകുതി പാല് പകുതി വെള്ളം അങ്ങനെ ചേർത്തിട്ടും അടിച്ചെടുക്കാം. അപ്പോൾ നെയ്യടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കത് കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതിയാവില്ല, അതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള രീതിയിലാവുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ 1-2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട. അത്യാവശ്യം വലിപ്പമുള്ള 2 ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 വരെ വേണ്ടി വരും. അതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടി എന്തായാലും ചേർക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ലെയറുകളായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയുന്ന രീതിയിൽ വേണം അടിച്ചെടുക്കാൻ. അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നെയ്യടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒന്നിക്ക് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സോസ് പാനിലോ അല്ലെങ്കിൽ കടായിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. പക്ഷേ ഇതുപോലെ കുറച്ച് പരന്ന പാത്രം എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതിലാദ്യം കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് നെയ്യ് പരട്ടി കൊടുക്കണം, അപ്പോഴാണ് വെന്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വിട്ട് വരുള്ളൂ. അതിനുശേഷം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ ബാറ്റർ ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൈദ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്. ആ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് പരക്കുന്ന രീതിയിൽ ഒരു 1-1.5 കയ്യിൽ വീതം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ടാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അധികം കട്ടിയിലല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 10-20 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും വെന്ത് വരും. വെന്തോന്ന് അറിയാൻ വേണമെങ്കിൽ ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. കയ്യിലൊന്നും വെള്ളം നനവൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ട ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മൈദ ഒഴിച്ചതുപോലെ തന്നെ തിന്നായിട്ടുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. മൈദയുടെ എല്ലാ ഭാഗത്തേക്കും അതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ആ മുട്ട വേവാൻ കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കും. മൈദ വേവിച്ചെടുത്തിട്ടുള്ള സമയത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അതിനുശേഷം അതിൻ്റെ മേലെ പിന്നെ നമ്മൾ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നെയ്യടയാണല്ലോ, അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത രീതി തന്നെ ചെയ്യുക. മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, അടച്ചു വെച്ച് വേവിക്കുക. തുറന്നതിന് ശേഷം വീണ്ടും മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട നന്നായിട്ട് വെന്തതിന് ശേഷം നെയ്യാക്കി കൊടുക്കുക. വീണ്ടും മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആ 2 ബാറ്ററും കഴിയുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിതിങ്ങനെ ലെയർ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ലെയറും അവസാനത്തെ ലെയറും മൈദ വെച്ചിട്ടുള്ള ലെയറാവണം. പിന്നെ അതുപോലെ തന്നെ ഇടയിൽ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അവസാനത്തെ ബാറ്റർ മൈദയുടെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
മൊത്തത്തിൽ 2 ബാറ്ററും കൂടി വെച്ചിട്ട് നമ്മളൊരു 8 പ്രാവശ്യമൊക്കെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ ലെയറും ഓൾറെഡി വെന്തതാണ്. അപ്പോൾ കുറച്ച് സമയം മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കുക. നല്ലോണം ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ ഒരു സ്പാറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ അത് ഈസി ആയിട്ട് വിട്ട് വരും. അതിന് ശേഷം നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിലെ ലെയറൊക്കെ കണ്ടില്ലേ, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാനും അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ കഴിക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലുണ്ടാവുമോ എന്നൊരു സംശയം തോന്നാം. നമ്മളിതിൽ മുട്ട ചേർത്തുണ്ട്. മുട്ടയുടെ ടേസ്റ്റൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഏലക്കായ പൊടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ നമുക്കിതിൽ മുട്ട ചേർത്തായിട്ട് തന്നെ തോന്നില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാവും. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്